ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇത്തരം ഒരു ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ഒരാളൊന്നുമല്ല. ഞാൻ അങ്ങനെ ഉദ്ഘാടനത്തിനൊന്നും പോകാറുമില്ല. ഞങ്ങൾ പീസ് വാലിയുടെ സന്ദേശം എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. ഞങ്ങൾ ഈ പീസ് വാലി തുടങ്ങിയിട്ട് 7 വർഷമായി. വ്യത്യസ്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 1000-ഓളം മനുഷ്യരുണ്ട്. നേരത്തെ അദ്ദേഹം പറഞ്ഞ 600 ജില്ല 1000-ഓളം മനുഷ്യരുണ്ട്. അപ്പം ഞങ്ങൾ തന്നെ ഈ ഒരു 6-7 കൊല്ലം കഴിഞ്ഞപ്പോൾ വലിയൊരു അത്ഭുതം, ഞങ്ങളതിനെപ്പറ്റി പറഞ്ഞ ഒരു ലോകാത്ഭുതമായി മാറി. ശരിക്ക് നമ്മൾ ഈ താജ്മഹൽ ഒരു ലോകാത്ഭുതമാണല്ലോ. ഷാജഹാൻ ചക്രവർത്തി അവരുടെ പ്രിയതമയ്ക്ക് കൊടുത്തൊരു സ്നേഹോപഹാരം. ശരിക്കും പീസ് വാലി എന്നത് കുറെ മക്കൾ അവരുടെ മാതാപിതാക്കൾക്ക് നൽകിയ ഒരു സ്നേഹോപഹാരം. അപ്പൊ അതുകൊണ്ട് തന്നെ പീസ് വാലി അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എന്തിന് ഈ സമയത്ത് ഇവിടെ കൂടി, എന്തിനു കൂടി, എന്തുകൊണ്ട് കൂടി, എങ്ങനെ, അങ്ങനെ ഒരു 2-3 ഞങ്ങൾ തന്നെ കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് എന്തിന് പീസ് വാലി, എങ്ങനെ പീസ് വാലി എന്നൊക്കെ ഉള്ള കുറെ ആശയങ്ങൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചർച്ച ചെയ്തു. ഞങ്ങൾ പറയാറ്, പീസ് വാലി വന്ന് കാണുന്ന മനുഷ്യര്, ശരിക്കും നമ്മളൊക്കെ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ പോയി കാണുന്ന ഒരുപാട് കാഴ്ചകൾ കണ്ടവരാ നമ്മളൊക്കെ. പീസ് വാലി എന്നത് കുറെ കാഴ്ചകളുണ്ട്. അവിടെ ഒരു 400-ഓളം മനുഷ്യര് മാനസിക നില തെറ്റിപ്പോയവരാ, അല്ലെങ്കിൽ ഒരു 100 മനുഷ്യര് കിഡ്നി നഷ്ടപ്പെട്ട് മരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാ, അല്ലെങ്കിൽ കുറെ മനുഷ്യര് ക്യാൻസർ ഉണ്ടായി ഇന്നാണോ മരണം നാളെയാണോ മരണം എന്ന് കാത്തു കിടക്കുന്നവരാ, അല്ലെങ്കിൽ കുറെ മനുഷ്യര് ബെഡിൽ ലോക്കായി കിടക്കുന്നവരാ. ബെഡിൽ ലോക്കായി കിടക്കുക. ഒരു ഈച്ച മോത്ത് വന്നിരുന്നാൽ ആട്ടിക്കളയാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥ. ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ ഒരു മുഖത്തോടെ ഒരു ഈച്ച അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു പോയാൽ തന്നെ നമ്മളൊക്കെ അസ്വസ്ഥരാകും. അങ്ങനത്തെ നമ്മളുടെ മൂക്കത്തും ചുണ്ടത്തും ഒരു ഈച്ച വന്നിരുന്നാൽ അതിനൊന്നും ആട്ടിക്കളയാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യർ ബെഡിൽ ലോക്കായി കിടക്കുക. നമ്മളൊക്കെ ലോക്ക്ഡൗൺ അനുഭവിച്ചവരാ, കോവിഡൊക്കെ വന്ന് ലോക്ക്ഡൗൺ അനുഭവിച്ചവരാ. ജീവിതത്തില് 10, 30, 35, 40 വയസ്സിൽ ബെഡിൽ ലോക്കായി കിടക്കുക. 4 ചുമരുകൾക്കുള്ളില് ബെഡിൽ കിടക്കുക. അങ്ങനെ കുറേ മനുഷ്യര്, അല്ലെങ്കിൽ കുറെ കുട്ടികളുണ്ട് അവിടെ. ഓട്ടിസവും സെറിബ്രൽ പാൾസിയും അല്ലെങ്കിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾ, ശരിക്കും ഒന്നും നടക്കാൻ പറ്റാത്ത, ഒന്നും ഇരിക്കാൻ പറ്റാത്ത കുറെ കുട്ടികൾ. ഇത് കാണുമ്പോൾ എന്തിന് പീസ് വാലി, എന്തിന് ഹോപ്പ് എന്നുള്ള ചിന്ത നമുക്കുണ്ടാവുക. ഞാനപ്പോൾ പീസ് വാലിയിൽ വരുന്നോട് പറയും, ഈ കാഴ്ചകൾ കണ്ട് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവണം. ശരിക്കും സമൂഹത്തിൽ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അനവധി മനുഷ്യര് എന്റെയും നിങ്ങളുടെയും വീടിന്റെ പരിസരങ്ങൾ ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ശരിക്കും നിങ്ങളിപ്പോൾ ഈ വന്നിരിക്കുന്നത് ആ ഒരു തിരിച്ചറിവോടുകൂടിയായിരിക്കണം. അല്ലാതെ നാസർ സാഹിബ് ഒരു പരിപാടി സംഘടിപ്പിച്ചു എല്ലാവരും കൂടി അല്ല. നമ്മുടെയൊക്കെ വീടിന്റെ പരിസരങ്ങളിൽ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിരവധി മനുഷ്യര്. ഇപ്പൊ നിങ്ങളുടെ ഈ മാറാഞ്ചേരി ഞങ്ങൾ എപ്പോഴും ഇടയ്ക്ക് പറയാറുള്ള അമ്പാടി വിഷ്ണു, 10-25 വയസ്സോളം പട്ടിക്കൂടിന് സമാനമായി കൂട്ടിൽ കിടന്ന അമ്പാടി വിഷ്ണുവിനെ നമ്മൾ എത്ര പേര് കണ്ടിട്ടുണ്ട്, നമ്മൾ എത്ര പേര് അന്വേഷിച്ചിട്ടുണ്ട്, നമ്മൾ എത്ര പേര് ഇടപെട്ടിട്ടുണ്ട്. പട്ടിക്കൂടിന് സമാനം എന്ന് പറഞ്ഞാൽ വിഷ്ണു വലിയ വയലന്റ് ആയിരുന്നു.
ശരിക്കും ഞങ്ങളിവിടെ വന്ന് സൈക്യാട്രി ഡോക്ടറെ കൊണ്ടുവന്ന് ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് അവിടുന്ന് കൊണ്ടുപോയെ. ഈ പ്രദേശത്തുകാരന് നമ്മൾ എത്ര പേര് അറിഞ്ഞിട്ടുണ്ട്? അവൻ്റെ അമ്മ ഒരാഴ്ച പീസ് വാലിയിലുണ്ടായിരുന്നു. അവൻ്റെ അമ്മ പറഞ്ഞ രണ്ട് കാരണങ്ങളുണ്ട്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അവൻ്റെ അമ്മ പറഞ്ഞത്, ഞാൻ 10 കൊല്ലമായി കിടന്നുറങ്ങിയിട്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു 10-25 വയസ്സായ മാനസിക വിഭ്രാന്തിയുള്ള, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് പോലും ധരിക്കാതെ വീടിൻ്റെ ഇറയത്ത് നാട്ടുകാരുണ്ടാക്കി കൊടുത്ത പട്ടിക്കൂടിന് സമാനമായ കൂട്ടില് ഒരു 25 വയസ്സുകാരനാ കിടക്കുമ്പോൾ ഒരു മാതാപിതാക്കൾക്ക് ഉറങ്ങാൻ പറ്റൂല. അമ്മ പറഞ്ഞത്, ഞാൻ 10 വർഷമായി ഉറങ്ങിയിട്ട്. രണ്ടാമത് അമ്മ പറഞ്ഞത്, ഞാൻ വിഷം വാങ്ങി വച്ചിരിക്കുമായിരുന്നു ഇവന് കൊടുക്കാനും എനിക്ക് കഴിക്കാനും. എൻ്റെ മനസ്സിന് ധൈര്യം കിട്ടാത്തത് കൊണ്ട് ഞാൻ കൊടുക്കാണ്ടിരുന്നതാണ്, ഞാൻ കഴിക്കാണ്ടിരുന്നതാണ്. നമ്മളൊക്കെ എന്താ പറഞ്ഞ, ഒരു 1-ാം ലോക രാജ്യത്തിൻ്റെ സൗകര്യങ്ങളും സംവിധാനങ്ങളും അടിച്ചു പൊളിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മുറ്റത്ത്, നമ്മുടെ പരിസരത്ത്, നമ്മുടെ മഹലില്, നമ്മുടെ ഇടവകയില് നമ്മുടെയൊക്കെ ഇത്തരം ഒരുപാട് മനുഷ്യരുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതിൽ ഇടപെടണം. ഇപ്പൊ ശരിക്കും പീസ് വാലിയില് ഈ കഴിഞ്ഞ ദിവസം ഒരു ഉമ്മയെ കൊടുന്നു. ആ ഉമ്മയ്ക്ക് 2 മാനസിക വിഭ്രാന്തിയുള്ള പെൺമക്കള് 2 പേര്. ഒരു മകൻ മാനസിക വിഭ്രാന്തിയായിട്ട് പീസ് വാലിയുടെ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കാം. അപ്പൊ ഈ നാട്ടുകാരൊക്കെ പറഞ്ഞു, ഇവരെ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഈ പുതിയ പഞ്ചായത്ത് കമ്മിറ്റിയൊക്കെ വന്ന് അവിടുത്തെ പാലിയേറ്റീവ് ആ വീട്ടിൽ പോയി ഒന്ന് നോക്കിയപ്പോൾ ഈ ഉമ്മയുടെ ശരീരമൊക്കെ, തോലൊക്കെ പോയി, മുടിയൊക്കെ ചടപിടിച്ച് വലിയ പ്രയാസത്തിൽ മരണശയ്യയിൽ കിടക്കുക. വേഗം അവിടുത്തെ പ്രസിഡന്റ് എന്നെ വിളിച്ച്, ഞാൻ അപ്പം തന്നെ ആംബുലൻസ് വിട്ട് പീസ് വാലി കൊണ്ടുവന്നു. ഒന്ന് കുളിപ്പിച്ച് നന്നാക്കിയെടുത്ത് 1/2 മണിക്കൂറിനുള്ളിൽ ആ ഉമ്മ മരണപ്പെട്ടു. ശരിക്ക് ഞാൻ പറയുന്നത് ഒരു ഉമ്മയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാനും നിങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പരിസരങ്ങളിൽ ഇത്തരം ഒരുപാട് ഉമ്മമാരും ഒരുപാട് അമ്മമാരും ചീഞ്ഞളിഞ്ഞ് വലിയ പ്രയാസങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്. അവരെ കാണാതിരുന്നുകൂടാ, അവരെ കേൾക്കാതിരുന്നുകൂടാ, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതിരുന്നു. അതാണ് ഹോപ്പ്. അങ്ങനെയാണ് ഈ പ്രതീക്ഷ. അതിനാണ് ഈ പ്രതീക്ഷ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലും വലിയ ചാരിറ്റി സംവിധാനം, വലിയ നന്മമരം, അല്ലെങ്കിൽ വലിയ ഒന്നുമില്ല. അങ്ങനെയൊന്നും അർഹതയില്ല. ഈ പറയപ്പെടുന്ന പ്രയാസങ്ങളൊക്കെ ഏത് നിമിഷവും എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടാകാം. നമ്മുടെ മാനസിക നില തെറ്റിപ്പോകാം, അല്ലെങ്കിൽ നമ്മുടെ കിഡ്നി നഷ്ടപ്പെട്ടു പോകാം. ക്യാൻസറിന്റെ കോശങ്ങൾ നമ്മുടെ ശരീരത്ത് ഇപ്പൊ ഉണ്ടോ ഇല്ലോ എന്ന് നമുക്കറിയാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്നവരും പല തൊഴിലൊക്കെ ചെയ്യുന്നവരാ. എന്ന് വേണമെങ്കിലും എപ്പ വേണമെങ്കിലും നമ്മുടെ സ്പൈനൽ കോഡ് തകർന്ന് ബെഡിൽ ലോക്കായി പോകാം, അല്ലെങ്കിൽ സ്ട്രോക്ക് വരാം. ഇതൊക്കെ വരുന്നതിന് മുമ്പ്, ഇത്തരം പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ ഉണ്ടായവരുടെ പ്രയാസം നമ്മുടെ പ്രയാസമായി മാറുന്നതിന് പറയുന്ന പേരാണ് ഹോപ്പ്, അല്ലെങ്കിൽ പീസ് വാലി എന്ന് പറയുന്നത്. നമ്മളൊക്കെ എപ്പോഴും ഇത്തരം പ്രയാസങ്ങൾ നമുക്കുണ്ടാവും. നമ്മളൊന്നും ഒരു സേഫ് സോണിലല്ല. നമ്മള് ശരിക്കും ഈ രോഗികളെ കാണുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് ദൈവം തമ്പുരാൻ, ഈശ്വരൻ, കർത്താവ്, അള്ളാഹു നമുക്കെത്ര അനുഗ്രഹങ്ങളെ നൽകിയെന്നുള്ള ചിന്തയാണ് നമുക്ക് ഒന്നാമതായി ഉണ്ടാവേണ്ടത്. നമുക്കെത്ര അനുഗ്രഹങ്ങളാ നൽകിയേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രയാസങ്ങൾ വന്ന, ഇപ്പൊ ഈ വിഷ്ണു ആയാലും അല്ലെങ്കിൽ വേറെ ആരായാലും അവരുടെ എന്തോ പ്രവർത്തന ദോഷം കൊണ്ടോ ഇതുകൊണ്ടൊന്നും വന്നല്ല. ദൈവത്തിൻ്റെ പരീക്ഷണത്തിൽ ഇന്ന് അവർ പെട്ടു, നാളെ നമ്മളും പെട്ടേക്കാം.
അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, തിരിച്ചറിയേണ്ടത്, ശരിക്ക് നമ്മളൊക്കെ കേരളം എന്ന് പറഞ്ഞൊരു സമ്പന്നമായ, അല്ലെങ്കിൽ വലിയ സൗകര്യങ്ങളുള്ള, വലിയ സംവിധാനങ്ങളുള്ള, വലിയ ജീവിത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാം, ഇവിടുത്തെ കാലാവസ്ഥ മുതൽ ഇവിടുത്തെ മനുഷ്യരുടെ കൂട്ടായ്മകൾ മുതൽ എല്ലാം ഒരു നല്ല നല്ല നിലവാരത്തിലുള്ളൊരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. ആ നമ്മുടെ ഈ സമൂഹത്തിൽ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 20 ഭിന്നശേഷിയുള്ള മക്കളെ സ്വന്തം മാതാപിതാക്കൾ കൊന്നുകളഞ്ഞു. നമ്മൾ എത്ര പേര് അറിഞ്ഞിട്ടുണ്ട്, എത്ര പേര് അന്വേഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വല്ല വാർത്താ മീഡിയ പേപ്പറിലൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ പഴിച്ചിട്ടുണ്ടാവും. ആ മാതാപിതാക്കൾ വലിയ ക്രൂരന്മാരാണല്ലോ, വലിയ കുഴപ്പക്കാരാണ്, സ്വന്തം മക്കളെ കൊന്നുകളഞ്ഞല്ലോ. ശരിക്കും അങ്ങനെയല്ല, സത്യത്തിൽ അങ്ങനെയല്ല എൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ. ഈ മാതാപിതാക്കളുടെ നിവൃത്തികേട് കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട്, ശരിക്ക് ഞങ്ങൾ ആ ഒരു വിഷയത്തിൽ ഒരു പഠനം നടത്തിയപ്പോൾ ഈ 20 മക്കളിൽ 17 മാതാപിതാക്കൾ ഈ മക്കളോടൊപ്പം തന്നെ ആത്മഹത്യ ചെയ്തു. 3 പേര് ജയിലിലുള്ള. അതിനകത്തൊരു സുലൈമാനക്ക ഉണ്ട്. സുലൈമാനക്ക 35 കൊല്ലം സൗദി അറേബ്യയില് ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്ത് കിട്ടിയ സമ്പാദ്യം മുഴുവൻ തൻ്റെ 28 വയസ്സുകാരനായ ഫഹദിന് വേണ്ടി ചെലവാക്കിയ ആളാണ്. അങ്ങനെ കുഴപ്പക്കാരനൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു സുരേഷ് ഉണ്ട്. സുരേഷിന്റെ 18 വയസ്സായ മകള്, 18 വയസ്സായ ഒരു ഭിന്നശേഷിയുള്ള വലിയ മാനസിക വിഭ്രാന്തിയുള്ള ഒരു മകളെ 18 വയസ്സ് വരെ നോക്കി നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരൊന്നും ആലോചിച്ച് നോക്കി. ശരിക്കും സുരേഷ് എന്ന് പറഞ്ഞ കൂലിപ്പണിക്കാരനാ, കെട്ടർമണിക്കാരനാ. കെട്ടർമണിക്ക് പോയില്ലെങ്കിൽ സുരേഷിന് ജീവിക്കാൻ ഒരു മാർഗമില്ല. അങ്ങനെ സുരേഷ് പോകുമ്പോൾ ഈ മകള് ശാരീരിക വളർച്ചയൊക്കെ എത്തിയ വലിയ മോളാ. ആ മോള് ശരിക്ക് ഇവരുടെ ബാക്കിയുള്ളവരെയൊക്കെ പിടുത്തം പിടിച്ചിട്ട് റോട്ടിലേക്ക് ഓടുമായിരുന്നു. അങ്ങനെ പതിവ് പോലെ ഒരു ദിവസം സുരേഷ് ജോലിക്ക് പോയി. അന്നും ഈ മോൾ ഓടി. ഈ മോൾ ഓടുമ്പോൾ എന്നാന്ന് വെച്ചാൽ ഈ മോള് ഡ്രസ്സൊക്കെ ഇങ്ങനെ വലിച്ച് കീറിക്കളയും. വലിച്ച് കീറിക്കളഞ്ഞിട്ട് ഓടണം. അപ്പം അവളുടെ അർത്ഥനഗ്നയായ ആ ഓട്ടം ഏതോ ഒരു പയ്യൻ എടുത്ത് വാട്സാപ്പിൽ ഏതോ ഒരു ആ പ്രദേശത്തുള്ളൊരു ഗ്രൂപ്പിലിട്ടു. അങ്ങനെ സുരേഷ് വന്നപ്പോൾ ഇതാ കാണണേ. സുരേഷ് വീട്ടിൽ വന്ന് വാക്കാത്തി എടുത്ത് ഈ മോളെ വെട്ടിക്കൊല്ലു ചെയ്ത്. സുരേഷിനെ ജയിലിൽ കാണാൻ ചെന്നപ്പോൾ ഞങ്ങളോട് ആദ്യം കാണാൻ തയ്യാറായില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിന്ന് വന്നാണ് എന്ന് പറഞ്ഞപ്പോൾ വന്ന വഴിക്ക് സുരേഷ് പറഞ്ഞത്, ദൈവം നിങ്ങളോട് ചോദിക്കുന്നു പറഞ്ഞ്. ദൈവം നിങ്ങളോട്, ഞങ്ങൾ ശരിക്കും സുരേഷിനെ അറിയണമെന്നല്ല, ദൈവം നിങ്ങളോട് ചോദിക്കും. എനിക്ക് എന്നോടും നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ദൈവം നമ്മളോട് ചോദിക്കും. ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരെ കാണാൻ, കേൾക്കാൻ നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ ദൈവം നമ്മളോട് ചോദിക്കുമെന്നുള്ള ചിന്തയാകണം നമ്മുടെ ഈ ഇരുത്തം. ശരിക്കും നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. ശരിക്ക് അവിടെ ഒരു ആരോമലുണ്ട്. ആരോമല് ഈ 21-ാമനാകേണ്ട ആളാ ആരോമല്. അവൻ്റെ അച്ഛൻ ഈ പറഞ്ഞ പോലെ വിഷം കൊടുത്ത് ഇവൻ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയപ്പോൾ അച്ഛൻ വിഷം കഴിച്ചു. അച്ഛൻ മരിച്ചു, ഇവൻ മരിച്ചില്ല. അല്ലെങ്കിൽ 22-ാമനാകേണ്ട ഇമാനുവൽ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഷാഹിദ് അവിടെ ഉണ്ട്. ഈ നമ്പറിൽ പെടേണ്ടവരാ. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, തിരിച്ചറിയേണ്ടത്, ദൈവം തമ്പുരാൻ നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് നഷ്ടപ്പെട്ടു പോയ വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. ശരിക്ക് നമ്മളിപ്പോൾ ഒരു ഡംബ് പറയുമ്പോൾ, ഒരു പൊങ്ങച്ചം പറയും പോലെ ഞങ്ങൾ പീസ് വാലിയെ പറ്റി പറയാറുണ്ട്. വ്യത്യസ്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 1000 മനുഷ്യർക്കുള്ള സംവിധാനമുണ്ട് പീസ് വാലി. കേരളത്തിൽ 9 ലക്ഷം ഭിന്നശേഷിക്കാരുള്ള. അപ്പോൾ ഈ 1000 എവിടെ കിടക്കണം, 9 ലക്ഷം എവിടെ കിടക്കും? അതുകൊണ്ട് നമ്മളൊക്കെ ഒരുപാട് മനുഷ്യരെ നമ്മൾ കാണാതിരുന്നുകൂടാ, കേൾക്കാതിരുന്നുകൂടാ. അവരുടെ പ്രശ്നങ്ങളിൽ
ഇടപെടാതിരുന്നു കൂടാ. നമ്മളിപ്പോൾ മഗ്‌രിബ് നിസ്കരിച്ചവരുണ്ട്, അല്ലെങ്കിൽ പള്ളിയിൽ പോയവരുണ്ട്, ചർച്ചിൽ പോയവരുണ്ട്, ഒക്കെ ഉണ്ട്. ഒരു കാര്യമില്ല. ഈ മനുഷ്യരെ കേൾക്കാതെ, ഈ മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതെ നമ്മൾ ഇപ്പോൾ പള്ളിയിലും ഇത്തികാഫും അല്ലെങ്കിൽ ഞാൻ അതൊന്നും തെറ്റാന്നല്ല കേട്ടോ. ഞാൻ ഇപ്പം മഗ്‌രിബ് നിസ്കരിച്ചതാ, ഇശായോടെ നിസ്കരിച്ച, അതൊക്കെ വേണ്ടത് തന്നെയാണ്. അതോടൊപ്പം തന്നെ തൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടാത്ത മനുഷ്യൻ, ശരിക്കും പറഞ്ഞാൽ ആരാവട്ടെ, പത്രോസ് ആവട്ടെ, കുമാരനാവട്ടെ, മുഹമ്മദ് ആവട്ടെ, ആരും ആവട്ടെ, അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടാതെ ഒരു മനുഷ്യൻ നമ്മുടെ പരിസരത്ത് മരണപ്പെട്ടാൽ നാളെ ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരുമെന്ന ചിന്തയാകണം നമ്മുടെ ഇരുത്തം. അതാണ് ഹോപ്പ് എന്ന് പറഞ്ഞത്, അതാണ് നമ്മളെ ഇത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ ശരിക്ക് ഈ ഹോപ്പിന്റെ സംഘാടകരാകാനാവും. നമ്മൾ വേറെ വളണ്ടിയർ, ഞാന് ചെയർമാൻ എന്നല്ല, വളണ്ടിയറാണ്. അവിടെ കിടക്കുന്ന മനുഷ്യരെ പോയി ഒന്ന് തലോടാൻ, ഒന്ന് ചേർത്ത് നിർത്താൻ. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിഞ്ഞത് നിങ്ങൾക്ക് ദൈവം തന്നൊരു അനുഗ്രഹ, ഒരു തൗഫീഖ. എനിക്കിവിടെ വരാൻ കഴിഞ്ഞത് ദൈവം എനിക്ക് തന്നൊരു അനുഗ്രഹ, അല്ലാതെ എൻ്റെ ഏതെങ്കിലും മഹാത്മ്യം കൊണ്ടോ അല്ലെങ്കിൽ കഴിവുകൊണ്ടോ ഇതുകൊണ്ടോ അല്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഇതൊരു വലിയ ശരിക്കും കേരളത്തില് ഈ പീസ് വാലി, ഞങ്ങള് കേവലം ഒരു പീസ് വാലി കൊണ്ട് തീരുന്ന പ്രശ്നമല്ല നമ്മുടെ നാട്ടിലുള്ളത്. ഇത്തരം ഒരുപാട് പീസ് വാലി സംവിധാനങ്ങൾ നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ നാടുകളിൽ, നമ്മുടെ ജില്ലകളിൽ, നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ വരേണ്ടതുണ്ട്. അതിന് നിങ്ങളൊക്കെ ആത്മാർത്ഥമായി സമ്പത്തൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നാസർ സാഹിബ് പൈസക്കാരനാണല്ലോ, അല്ലെങ്കിൽ ഇവിടെ പലരും ചിലപ്പോൾ പൈസക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഇല്ലായിരിക്കാം. അതൊന്നും ഇതിന് മാനദണ്ഡമേ അല്ല. അതൊക്കെ നമ്മുടെ നല്ലൊരു ഇന്റൻഷൻ, നമ്മുടെ നല്ലൊരു നെയ്യത്ത് എന്നൊക്കെ പറയാറില്ലേ, നമ്മൾ നല്ലൊരു നെയ്യത്തായിട്ടാണ് ഇറങ്ങുക, നല്ലൊരു ഇന്റൻഷനായിട്ട് ഇറങ്ങിക്കോ, ദൈവം തമ്പുരാൻ അത് നടത്തിത്തരും. അതാണ് നമ്മുടെയൊക്കെ. അതുകൊണ്ട് ഉദ്ഘാടനം ഇദ്ദേഹം ചെയ്യും. ഞാൻ ഉദ്ഘാടനം ഒന്നും ചെയ്യാൻ പറ്റിയ ആളല്ല. നമ്മുടെ എന്തായാലും ഇവിടെ വരാനും നിങ്ങളെ കാണാനും ഇത്തരം വർത്തമാനമൊക്കെ നിങ്ങളോട് പറയാനും സാധിച്ചതിന് പ്രത്യേകം നന്ദി, സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടകനായിട്ട് ഇദ്ദേഹത്തെ ആദരവ്